ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം തിരുവചനം. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് ദാനിയേൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പഠിപ്പിക്കുന്നു, ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവത്തോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ചാക്കുടുക്കുന്നുണ്ടോ, ചാരം പൂശുന്നുണ്ടോ? ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? പ്രിയപ്പെട്ടവരെ, ചാക്കുടുത്തില്ലെങ്കിലും ചാരം പൂശിയില്ലെങ്കിലും കുടുംബ പ്രാർത്ഥനാ സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഒരല്പം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ദാനിയേൽ എന്ന പ്രവാചകൻ പഠിപ്പിക്കുന്നു, ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതിനുള്ള കൃപ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കണം. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ആമേൻ.